അമേരിക്കയുടെ അഹങ്കാരത്തെ പാഠം പഠിപ്പിക്കാൻ ബ്രിക്സ് ഇതാ പുതിയ കറൻസിയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത്ര നാളും ലോകത്തെ നിയന്ത്രിച്ചിരുന്നവർക്ക് ഇനി സ്വല്പം റെസ്റ്റ് എടുക്കാം. ഡോളറെ, നിന്റെ കഥ അവസാനിക്കാറായിരിക്കുന്നു. നിങ്ങളുടെ സിംഹാസനം നശിച്ചിരിക്കുന്നു. ആഗോള ഭൗമരാഷ്ട്രീയത്തെയും നാളത്തെ ലോക സാമ്പത്തിക ക്രമത്തെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്. ഇതെന്താണെന്നറിയാൻ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിന് മേൽ വീഴാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരം, അല്ലെങ്കിൽ ഡോളറിന്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന ആ വലിയ നീക്കം എന്താണ്? അതാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഡോളർ വിരുദ്ധ നീക്കവും ഒരു പുതിയ ബദൽ ആഗോള കറൻസിയുടെ വരവും. ഡോളർ എന്ന സാമ്രാജ്യം അവസാനിച്ചിരിക്കുന്നു. റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ 5 സ്ഥാപക രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ബ്രിക്സ് സഖ്യം ഇന്ന് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ ശക്തമായിട്ട് വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കൂടുതൽ പ്രമുഖ രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് ചേരാൻ താല്പര്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. ആഗോള ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ലോക GDPയുടെ വലിയൊരു പങ്ക് കൈയാളുന്ന ഈ കൂട്ടായ്മ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒരൊറ്റ കാര്യമാണ്: ആഗോള വ്യാപാരത്തിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും അമേരിക്കൻ ഡോളറിന്റെ സ്വാധീന ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഭൗമരാഷ്ട്രീയത്തിൽ ഇതിനെ ഡോളറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ വികസ്വര രാജ്യങ്ങൾ നടത്തുന്ന ഈ സംയുക്ത നീക്കം ആഗോള സാമ്പത്തിക ഘടനയെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? ഇതിന്റെ ഓരോ വശങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അമേരിക്കൻ ഡോളർ എങ്ങനെയാണ് ലോകത്തിന്റെ പൊതു കറൻസിയായി മാറിയതെന്നും അത് അമേരിക്കയ്ക്ക് നൽകുന്ന അമിതമായ അധികാരം എന്താണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1944 നിലവിൽ വന്ന ബ്രെട്ടൻ വുഡ്സ് കരാറിലൂടെയാണ് ഡോളർ ലോകത്തിന്റെ ഔദ്യോഗിക റിസർവ് കറൻസി ആയിട്ട് മാറുന്നത്. അന്ന് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം സ്വർണത്തിന്റെ നിക്ഷേപവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തുകയായിരുന്നു. എന്നാൽ 1971 അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ഈ സ്വർണത്തിന്റെ അടിത്തറ പിൻവലിച്ചു. ഇതിനുശേഷം 1970കളുടെ മധ്യത്തിൽ അമേരിക്ക സൗദി അറേബ്യയുമായിട്ട് ഒരു തന്ത്രപ്രധാനമായ കരാറിൽ ഏർപ്പെടുന്നുണ്ട്. സൗദി അറേബ്യ എണ്ണ ഡോളറിൽ മാത്രം വിൽക്കണമെന്നും പകരം സൗദിക്ക് പൂർണ്ണമായ സൈനിക സുരക്ഷ അമേരിക്ക ഉറപ്പു നൽകുമെന്നുമായിരുന്നു ആ കരാർ. ഇതാണ് പെട്രോ ഡോളർ വ്യവസ്ഥയുടെ തുടക്കം പോലും. അതിനുശേഷമാണ് ഡോളർ കേന്ദ്രീകൃത ലോകം ശക്തമാകുന്നത്. ലോകത്തിൽ ആർക്ക് എണ്ണ വേണമെങ്കിലും ഡോളർ വേണമെന്ന അവസ്ഥ വന്നതോടെ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും തങ്ങളുടെ വിദേശ നാണയ ശേഖരമായിട്ട് ഡോളർ സൂക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഈ ഒരു പദവി കിട്ടിയതോടെ ഇതുപയോഗിച്ച് അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. തങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനമായിട്ടുള്ള സ്വിഫ്റ്റിൽ നിന്ന് അവരെ പുറത്താക്കുക തുടങ്ങിയ കടുത്ത നടപടികൾ അമേരിക്ക കാലാകാലങ്ങളായി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾക്കും വലിയ നഷ്ടവും സംഭവിച്ചു. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് എടുക്കുന്ന പലിശ നിരക്കിലെ മാറ്റങ്ങൾ പോലും ലോകത്തിലെ മറ്റ് വികസ്വര രാജ്യങ്ങളുടെ കറൻസികളെ തകിടം മറിക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഏകാധിപത്യമാണ് നടപ്പിലാക്കിയത്. വർഷങ്ങളായി അമേരിക്ക ചെയ്തു വരുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കടുത്ത അസംതൃപ്തി വികസ്വര രാജ്യങ്ങൾക്കിടയിൽ പുകയുന്നുണ്ടായിരുന്നു. ഈ അതൃപ്തിയാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന കടുത്ത ഉപരോധങ്ങൾ ലോക രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകിയത്. എപ്പോൾ വേണമെങ്കിലും ഈ അവസ്ഥ അവർക്കും വന്നേക്കാം. റഷ്യയുടെ $300 ബില്യൺ വരുന്ന വിദേശ നാണയ ശേഖരമാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഒറ്റ രാത്രി കൊണ്ട് മരവിപ്പിച്ചത് എന്ന് ഓർക്കണം. കൂടാതെ റഷ്യൻ ബാങ്കുകളെ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മാത്രവുമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി. നാളെ അമേരിക്കയുമായി എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ സമ്പാദ്യവും ഇതേ രീതിയിൽ മരവിപ്പിക്കപ്പെട്ടേക്കാം എന്ന ഭയം ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള മറ്റ് വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകാൻ തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. സ്വന്തം പരമാധികാരവും സുരക്ഷയും മുൻനിർത്തി ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന് ഈ രാജ്യങ്ങൾ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബ്രിക്സ് രാജ്യങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് ഈ ഡോളർ വിരുദ്ധ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് സ്വന്തം പ്രാദേശിക കറൻസികളിലുള്ള വ്യാപാരം ശക്തമാക്കുക എന്നതാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം. കേട്ടോ,
ഉപരോധങ്ങൾ കാരണം റഷ്യക്ക് ഡോളറിൽ ഇടപാട് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത് ഇന്ത്യൻ രൂപയിലും റഷ്യൻ റൂബിളിലുമായിരുന്നു. അതുപോലെ തന്നെ ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും ഇപ്പോഴും നടക്കുന്നത് ചൈനീസ് യുവാനിലും റൂബിളിലുമാണ്. സൗദി അറേബ്യയും UAEയും തങ്ങളുടെ എണ്ണ വ്യാപാരം ഡോളറിന് പുറമെ മറ്റ് കറൻസികളിലേക്ക് മാറ്റാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചതും ഇന്ത്യയും UAEയും തമ്മിൽ രൂപയിൽ എണ്ണ വ്യാപാര കരാറുകൾ ഒപ്പിട്ടതും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേതും ഏറ്റവും തന്ത്രപ്രധാനവുമായ നീക്കം ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു പുതിയ ആഗോള ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ആസ്തി അധിഷ്ഠിത കറൻസി, അതായത് അസറ്റ് ബാക്ക്വേർഡ് കറൻസി രൂപീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ്. ഇതിനെ R5 പദ്ധതി എന്നാണ് വിളിക്കാറുള്ളത്. അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസികളായിട്ടുള്ള റിയാൽ, റൂബിൾ, റുപ്പി, റെൻമിൻബി, റാൻഡ് എന്നിവയെല്ലാം R എന്ന അക്ഷരത്തിലാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെയാണ് R5 എന്നൊരു പേര് വന്നത്. സ്വർണത്തിന്റെയോ വെള്ളി പോലെയുള്ള മറ്റ് വിലയേറിയ ലോഹങ്ങളുടെയോ അല്ലെങ്കിൽ അപൂർവ ഭൂമി ധാതുക്കളുടെയോ യഥാർത്ഥ മൂല്യത്തെ അടിസ്ഥാനമാക്കി ഒരു പുതിയ കോമൺ കറൻസി കൊണ്ടുവരാനാണ് ബ്രിക്സ് ആലോചിക്കുന്നത്. ഇത് കേവലം പേപ്പർ കറൻസി ആയിരിക്കില്ല കേട്ടോ, മറിച്ച് ഡിജിറ്റൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര പേയ്മെന്റ് സംവിധാനമായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ ഇതിലൂടെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള സ്വിഫ്റ്റ് നെറ്റ്വർക്കിന് പകരമായി തികച്ചും സ്വതന്ത്രമായ ഒരു സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കുകയാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സ്വിഫ്റ്റ് ആണല്ലോ ഇവരെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ആ സ്വിഫ്റ്റിന്റെ അപ്രമാദം അങ്ങില്ലാതാക്കുക. ഇത്തരം ഒരു പുതിയ കറൻസി വ്യവസ്ഥ നിലവിൽ വന്നാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ വളരെ വലുതായിരിക്കും അല്ലെ. അതായത് അമേരിക്കയുടെ അപ്രമാദമാണ് അവസാനിക്കാൻ പോകുന്നത്. ഒന്നാമതായി അമേരിക്കൻ ഡോളറിന്റെ ഡിമാൻഡ് ആഗോള വിപണിയിൽ കുത്തനെ ഇടിയും. ലോക രാജ്യങ്ങൾ തങ്ങളുടെ റിസർവ് ബാങ്കുകളിൽ നിന്ന് ഡോളർ ഒഴിവാക്കി പുതിയ ബ്രിക്സ് കറൻസി സൂക്ഷിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. അമേരിക്കയ്ക്ക് സ്വന്തം കടങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയും അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പത്തിനും അതായത് ഇൻഫ്ലേഷനും ഡോളറിന്റെ മൂല്യ തകർച്ചയ്ക്കും കാരണമാകുകയും ചെയ്യും. പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും മേൽ അനായാസം ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും ഫലപ്രദമല്ലാത്തൊരവസ്ഥയും ഇതുകൊണ്ട് വരും. ഇത് ആഗോള രാഷ്ട്രീയത്തിലെ പാശ്ചാത്യ മേധാവിത്വത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഒരു പുതിയ ബ്രിക്സ് കറൻസി യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നിൽ വലിയ വെല്ലുവിളികളും ആഭ്യന്തര തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ വിസ്മരിക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിക്സ് സഖ്യത്തിനുള്ളിലെ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും തന്ത്രപരമായ മത്സരങ്ങളും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. പുതിയൊരു കറൻസി വരുമ്പോൾ അതിൽ ചൈനയുടെ കറൻസിയായ യുവാൻ ആയിരിക്കും കൂടുതൽ മേധാവിത്വം ലഭിക്കാൻ പോകുക. ഇങ്ങനെ ഒരു ആശങ്ക ഇന്ത്യക്ക് മേലുണ്ട്. ചൈനയുടെ സാമ്പത്തിക അധിനിവേശത്തെയും കറൻസി കൃത്രിമത്വങ്ങളെയും ഇന്ത്യ എപ്പോഴും പ്രതിരോധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനീസ് കേന്ദ്രീകൃതമായ ഒരു പുതിയ നാണയ വ്യവസ്ഥയോട് ഇന്ത്യക്ക് പൂർണ്ണമായും യോജിക്കാനും സാധിക്കില്ല. ഇന്ത്യ താല്പര്യപ്പെടുന്നത് പുതിയൊരു കറൻസി എന്നതിനേക്കാൾ രൂപയിലുള്ള അന്താരാഷ്ട്ര വ്യാപാരം വർദ്ധിപ്പിക്കാനും രൂപ ഒരു ആഗോള കറൻസിയാക്കി മാറ്റാനുമാണ്. ഇത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളുടെയും ആഗ്രഹം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ബ്രസീലും ദക്ഷിണാഫ്രിക്കയും തങ്ങളുടെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കൂ എന്ന കാര്യം കൂടി നമ്മൾ പറയണം. ഓരോ രാജ്യത്തിന്റെയും മോണിറ്ററി പോളിസി, പലിശ നിരക്കുകൾ, സാമ്പത്തിക വളർച്ച, പണപ്പെരുപ്പ നിരക്കുകൾ എന്നിവ വളരെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ യൂറോ പോലെ ഒരൊറ്റ കറൻസിയിലേക്ക് വരിക എന്നത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഇവർക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്ര ബാങ്ക് സമാനമായ സാമ്പത്തിക ഘടനയും ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വർഷങ്ങളുടെ കൃത്യമായ ആസൂത്രണവും കടുത്ത സാമ്പത്തിക പരിഷ്കരണങ്ങളും ആവശ്യവുമാണ്. എങ്കിലും ഡോളർ വിരുദ്ധ നീക്കം എന്നത് ഇനി തടയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്നതുകൂടി പറയണം. പുതിയൊരു പൊതു കറൻസി പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും ഉഭയകക്ഷി വ്യാപാരങ്ങളിലൂടെയും പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെയും ഡോളറിന്റെ ഉപയോഗം ലോകത്ത് അതിവേഗം കുറഞ്ഞു വരികയാണ്. ഒരു കാലത്ത് ലോക വ്യാപാരത്തിന്റെ 80% ഡോളറിലായിരുന്നു നടന്നിരുന്നത് എങ്കിൽ ഇന്നത് 70% താഴേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള താഴ്ച ഇതിന് സംഭവിച്ചിട്ടുണ്ട്. വികസ്വര രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് മുന്നിൽ ഇനി എപ്പോഴും തല കുനിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ബ്രിക്സിന്റെ ഈ മുന്നേറ്റം നൽകുന്നത്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള ബ്രിക്സിന്റെ സ്വന്തം സാമ്പത്തിക സ്ഥാപനങ്ങൾ ലോകബാങ്കിനും IMFനും ബദലായി വളർന്നു വരുന്നതും ഇതിന്റെ തെളിവ് തന്നെയാണ്. ലോകം ഇപ്പോൾ ഒരു ഏകധ്രുവ സാമ്പത്തിക ക്രമത്തിൽ നിന്നും ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത്.
ഈ വലിയ മാറ്റത്തിന്റെ മുൻനിരയിലാണ് ബ്രിക്സ് സഖ്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങൾക്കും ബ്രിക്സ് ഒരു പ്രതീക്ഷ കൂടിയാണ്. അമേരിക്കൻ ഡോളറിന്റെ സിംഹാസനം പൂർണ്ണമായും തകർന്നടിയാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും അതിന്റെ അടിത്തറ ശക്തമായി ഇളക്കാൻ ഈ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര വ്യാപാര രംഗവും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും എങ്ങനെ മാറ്റിമറിക്കപ്പെടുമെന്നത് ഈ നീക്കങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും ആഗോള സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതെന്തായാലും താഴെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.